ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ 102-ാം സ്ഥാനത്താണ്. ഗുരുതരം അഥവാ സീരിയസ് എന്ന വിഭാഗത്തിലാണ് 123 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ വരുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 78 വർഷങ്ങൾ പിന്നിട്ടിട്ടും നമ്മളിൽ നല്ലൊരു വിഭാഗവും അതീവ ദരിദ്രരാണ് എന്നറിയിക്കുകയാണ് ഈ പട്ടിക. ഇന്ത്യയിൽ ഇത്തരം ഒരു പട്ടിക ചർച്ചയാകാതിരിക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ അതീവ കരുതൽ കാണിക്കുന്നുണ്ട്. ലോകത്തെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ടും രാജ്യത്ത് എത്രമാത്രം വലിയ അസമത്വം നിലനിൽക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സൂചിക. ജനസംഖ്യ കൂടുതലുള്ളത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല ഈ സ്ഥിതിവിശേഷം. ഇന്ത്യയോളം ജനസംഖ്യയുള്ള ചൈനയൊക്കെ അമേരിക്കയ്ക്കൊപ്പം ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്താണ്. സൂചികയിൽ 5 പോയിന്റിൽ താഴെ സ്കോറുള്ള രാജ്യങ്ങളാണ് ഏറ്റവും സുരക്ഷിതമായ ആദ്യത്തെ 25 രാജ്യങ്ങൾ. ആ ഗണത്തിലാണ് ചൈനയും അമേരിക്കയും കുവൈറ്റും UAE ഒക്കെയും വരുന്നത്. ഇന്ത്യയുടെ ഹങ്കർ സ്കോർ എന്ന് പറയുന്നത് 25.8 ആണ്. അതായത് ആ ഒരൊറ്റ കണക്കിൽ നിന്ന് തന്നെ അന്തരം എത്ര വലുതാണെന്ന് നമുക്ക് വ്യക്തമാകും. സൊമാലിയയും കോങ്കോയും മഡഗാസ്കറും ഹെയ്ത്തിയും പോലുള്ള രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യ ഉൾപ്പെടുന്ന ഗുരുതര ഗ്രൂപ്പിന് പിന്നിൽ അതീവ ഗുരുതര ഗ്രൂപ്പിലുള്ളത്. കേരളം മാത്രം അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിതമായിട്ട് കാര്യമില്ല. ശേഷിക്കുന്ന 27 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടി പുറത്തു കടക്കേണ്ടതുണ്ട്. അത് എത്ര കാലം കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ വ്യക്തതയില്ലതാനും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പട്ടിണി പട്ടികയിലെ ഇന്ത്യ. പട്ടിണി പട്ടികയിൽ ഇന്ത്യ 102-ാം സ്ഥാനത്താണ് എന്ന വിവരം മറ്റാരും കേൾക്കെ പറയാൻ കഴിയുന്നതല്ല. എന്നാൽ അത് മറച്ചു വച്ചതുകൊണ്ടും യാഥാർത്ഥ്യം ഇല്ലാതാകുന്നില്ല. ഇന്ത്യ മെച്ചപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും മെച്ചപ്പെട്ടിട്ടുണ്ട്. 2000-ൽ ഇന്ത്യയുടെ സ്കോർ 38.1 ആയിരുന്നു. 2008-ൽ 34.6 ആയും 2016 ആയപ്പോൾ അത് 29.3 ആയും മെച്ചപ്പെട്ടു എന്ന് പറയാം. പക്ഷേ 7 വർഷങ്ങൾക്കു ശേഷം 2025-ലെ കണക്കെടുത്തപ്പോൾ 25.8 ആയി. അതായത് 25 വർഷം കൊണ്ട് 10 പോയിന്റ് മാത്രമാണ് ഇന്ത്യ മെച്ചപ്പെട്ടത് എന്ന് സാരം. അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയുള്ള ശ്രീലങ്ക പോലും ഈ റാങ്കിങ്ങിൽ 61-ാം സ്ഥാനത്തെത്തി. 25 വർഷം മുൻപ് ഇന്ത്യക്കൊപ്പമായിരുന്നു ശ്രീലങ്കയുടെ സ്ഥാനം. ഇന്ത്യയിലേക്ക് തൊഴിൽ തേടി അനേകർ വരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിന് പോലും 85-ാം റാങ്കുണ്ട്. 25 വർഷം മുൻപ് ഇന്ത്യക്കൊപ്പമായിരുന്നു ബംഗ്ലാദേശിന്റെയും സ്ഥാനം. പട്ടിണി പാവങ്ങളുടെ രാജ്യമായി കണക്കാക്കിയിരുന്ന യുഗാണ്ട പോലും 87-ാം റാങ്കിലുണ്ട്. ദക്ഷിണാഫ്രിക്ക 15 പോയിന്റുമായി ആശ്വാസകരമായ നിലയിലാണ്. എന്തുകൊണ്ട് ഇന്ത്യ താഴെ പോകുന്നു? ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഇവിടുത്തെ വരുമാനത്തിലുള്ള അന്തരം. ഇന്ത്യ ആഗോള റാങ്കിങ്ങിൽ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായത് ഇവിടുത്തെ വൻകിടക്കാരുടെ സമ്പത്തിന്റെ ബലത്തിലാണ്. അംബാനിയും അദാനിയും ടാറ്റയും പോലുള്ള ഗ്രൂപ്പുകളുടെ വളർച്ചയാണ് ഇന്ത്യയെ വലിയ സാമ്പത്തിക ശക്തിയാക്കുന്നത്. സമ്പത്ത് മുഴുവൻ 1% ആളുകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു പോയതാണ് പോയ വർഷങ്ങളിലെല്ലാം കണ്ടത്. താഴെക്കിടയിലുള്ള ബഹുഭൂരിപക്ഷവും പട്ടിണിക്കാരുടെ പട്ടികയിലാണ്. ദാരിദ്ര്യവും അതിദാരിദ്ര്യവുമാണ് അവരുടെ കോളങ്ങളിൽ. അതിദാരിദ്ര്യം നീക്കാനായി റേഷനറി വിതരണം മാത്രമാണ് കാര്യമായി നടക്കുന്നത്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ റേഷൻ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നുണ്ടാകാം. എന്നാൽ മറ്റു പലയിടത്തും അത് മറിച്ചു വിൽക്കുകയാണ്. അങ്ങനെ മറിച്ചു വിൽക്കുന്ന കഥകൾ ഇവിടെ CAG തന്നെയാണ് വെളിപ്പെടുത്തിയത്. അങ്ങനെ ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായി. പാസഞ്ചർ ഓട്ടോറിക്ഷയിൽ 8 ടൺ അരി കൊണ്ടുപോയി എന്ന് എഴുതി വെച്ച സംഭവം തന്നെ കഴിഞ്ഞ വർഷം CAG കണ്ടെത്തിയിരുന്നു. ടാക്സി കാറിൽ ടൺ കണക്കിന് അരി ഒറ്റ ട്രിപ്പിൽ കൊണ്ടുപോയി വാതിൽപ്പുറ വിതരണം നടത്തിയെന്നതും എഴുതി വെച്ചതാണ്. അപ്പോൾ ഇന്ത്യയിലെ പൊതുവിതരണ രംഗത്തെ അഴിമതി പണ്ടേ പോലെ തന്നെ തുടരുന്നുണ്ട്. അതിനപ്പുറം ഈ പട്ടിണി നീക്കാൻ മറ്റ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുമില്ല. തൊഴിൽ തന്നെയാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ജനസംഖ്യയുടെ നല്ലൊരു പങ്കും കാർഷിക വൃത്തി തുടരാൻ നിർബന്ധിതരാവുകയാണ്. കൃഷിപ്പണിക്ക് പല സംസ്ഥാനങ്ങളിലും ദിവസം 250 രൂപ പോലും കിട്ടുന്നില്ല. അതും വർഷത്തിൽ 20 മുതൽ 30 ദിവസം മാത്രമാണ് ജോലി കിട്ടുന്നതും. തൊഴിലുറപ്പ് പദ്ധതി പോലുള്ളവയിൽ നിന്ന് പോലും സർക്കാർ പിൻവാങ്ങുകയാണ്. ഓരോ വർഷവും അനുവദിക്കുന്ന പണം കുറഞ്ഞു വരുന്നു. തൊഴിലുറപ്പിൽ 100 ദിനം പണി കിട്ടിയാൽ പോലും പട്ടിണി മാറാനുള്ള പണമേ ഉണ്ടാകുന്നുള്ളൂ. അതുപോലും പകുതി ആളുകൾക്കും ലഭിക്കുന്നില്ല. നമ്മുടെ കവലകളില് രാവിലെ ഇറങ്ങി നിന്ന് നിരാശരായി മടങ്ങുകയാണ് നല്ലൊരു പങ്ക് അതിഥി തൊഴിലാളികൾ. സ്വന്തം നാട്ടിൽ നയാ പൈസയുടെ പോലും പണിയില്ലാത്തതിനാലാണ് അവർ കേരളത്തിലേക്കും മഹാരാഷ്ട്രയിലേക്കും കർണാടകയിലേക്കും ഒക്കെയും വരുന്നത്. അപ്പൊ ഈ നാടുകളിൽ പോലും ഇപ്പോ ആവശ്യത്തിന് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല. ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോഴും ദാരിദ്ര്യത്തെ മുൻനിർത്തി പദ്ധതികൾ തയ്യാറാക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ആസൂത്രണം ചെയ്യുന്നതെല്ലാം വൻകിടക്കാർക്കുള്ള പദ്ധതികളാണ്. വൻകിടക്കാർക്ക് ലാഭമുണ്ടാക്കാനുള്ള പദ്ധതികളുടെ പരിസരത്ത് പോലും പട്ടിണി പാവങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നില്ല. തൊഴിലോ മറ്റ് ആനുകൂല്യങ്ങളോ ആ പദ്ധതികൾ വഴി താഴെത്തട്ടിലേക്ക് എത്തുന്നുമില്ല. ഗ്രാമങ്ങളിൽ സമ്പത്തുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികളാണ് ഇന്ത്യക്ക് അനിവാര്യമായിട്ടുള്ളത്. ഇന്ത്യയേക്കാൾ ജനസംഖ്യ ഉണ്ടായിരുന്ന ചൈന ആദ്യ 25 റാങ്കിലെത്തിയത് കഴിഞ്ഞ 25 വർഷം കൊണ്ടാണ്.
അവിടെ തൊഴിൽ ചൂഷണമുണ്ട് എന്ന ആരോപണം ഉയരാറുണ്ട്. രാവിലെ മുതൽ പിറ്റേന്ന് രാവിലെ വരെ 24 മണിക്കൂർ ജോലി എടുപ്പിക്കുന്നു എന്ന പരാതികൾ ഉയരാറുണ്ട്. വസ്തുത എന്താണെങ്കിലും ചൈനയിൽ ഏറ്റവും താഴെത്തട്ടിലേക്ക് പണം എത്തുന്നുണ്ട് എന്നതിനുള്ള തെളിവാണ് അവരുടെ റാങ്കിംഗ്. ചൈനയിൽ നടപ്പാക്കുന്ന വൻകിട പദ്ധതികളുടെ എല്ലാം ഗുണഭോക്താക്കൾ സാധാരണക്കാർ കൂടിയാണ്. അപ്പോൾ ഇലക്ട്രോണിക് ഉൽപാദന മേഖലയിൽ മുതൽ കളിപ്പാട്ട നിർമ്മാണത്തിൽ വരെ പങ്കാളികളാകുന്നത് സാധാരണക്കാരാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പാക്കുന്ന വ്യവസായങ്ങളുടെ ഗുണം സമ്പന്നർക്കും ഇടത്തരക്കാർക്കും മാത്രമാണ് ലഭിക്കുന്നത്. അതിന് താഴേക്ക് ഒരു പദ്ധതിയുടെയും ഗുണഫലം എത്തുന്നില്ല. ആഗോള പട്ടിണി റാങ്കിങ്ങിൽ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ച് വേണമെങ്കിൽ പരിഹസിക്കാം. എന്നാൽ ആ റാങ്കിംഗ് ഉപയോഗിക്കുന്ന ഓരോ മാനദണ്ഡങ്ങളിലും നമ്മൾ എത്ര പിന്നിലാണെന്ന് നമ്മൾ തന്നെ സ്വയം ചോദിച്ചു നോക്കണം. പട്ടിണി പട്ടികയിൽ താഴെത്തട്ടിലേക്ക് രാജ്യങ്ങൾ വീഴുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം രാജ്യം സമ്പന്നമല്ലാത്തത്, പിന്നെ യുദ്ധം, പ്രകൃതിക്ഷോഭം, മോശം ഭരണം, അഴിമതി തുടങ്ങി നിരവധി കാരണങ്ങളുണ്ട്. ഇപ്പൊ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ സംയോജിച്ചാണ് ഗുരുതരമായ ഒരു സ്ഥിതി ഉണ്ടായത്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപാദന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. എന്നിട്ടും ഇവിടെ പട്ടിണി പട്ടികയിൽ വരാൻ ഒരു കാരണമുള്ളത് ഇവിടുത്തെ സമ്പത്ത് വിതരണം ചെയ്യുന്നതിലെ അസമത്വമാണ്. താഴെത്തട്ടിലേക്ക് നിസ്സാരമായ കൂലി മാത്രം എത്തുകയും മേലെ തട്ടിലുള്ളവർക്ക് വലിയ തോതിൽ സമ്പാദിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ വേർതിരിവുണ്ടാക്കുന്ന വലിയൊരു ഘടകമാണ് ജാതി. കുട്ടികളിലെ പോഷകാഹാരക്കുറവ്, ഭക്ഷണ വിതരണത്തിലെ അസമത്വം, മോശം സാനിറ്റേഷൻ സൗകര്യങ്ങൾ ഇവയൊക്കെയാണ് ഇന്ത്യയെ താഴേക്ക് വലിച്ചിടുന്നത്. ഇന്ത്യയിൽ ജനസംഖ്യാ വർധനയ്ക്കനുസരിച്ചുള്ള സമ്പത്തുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും കൂടുതൽ ആളുകൾ ഈ നിലയ്ക്ക് വീഴുകയാണ്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് താഴെത്തട്ടിലേക്ക് വേണ്ട മട്ടിൽ വിതരണം ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ വിതരണം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ പോഷകാഹാരക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിനെ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ പട്ടികയല്ലേ എന്നൊക്കെ വിളിച്ച് എളുപ്പത്തിൽ വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ അത് മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ അത് നമ്മുടെ കണ്ണു തുറപ്പിക്കുക തന്നെ വേണം. അതല്ലെങ്കിൽ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കാകും നമ്മൾ വീണു പോവുക. സ്പോർട്സിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.